ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പുളിയൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതൊരു ഹാഫ് വേവാക്കി എടുക്കണം. അപ്പോൾ ഈ ചിക്കൻ ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹാഫ് കുക്കായാൽ മതി. ഇതിൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറിലേക്ക് മാറി വരണം. അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്മോൾ സൈസിലുള്ള ഒരു 2-3 സവാള വളരെ പൊടിയായി അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കമും ഇതുപോലെ പൊടിയായി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കമും നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ വാടി നന്നായി വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടി ഐറ്റംസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഇതുപോലെ 2 എണ്ണം ഒരേപോലെ വെച്ചിട്ട് നമുക്കിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പീസുകൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മുട്ട എടുക്കണം. നമുക്കിത് ഡിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ്സിന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത ബ്രെഡിൻ്റെ ബാലൻസ് പീസ് ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസിലും നമുക്കിതുപോലെ ഫില്ലിങ്സ് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ബ്രെഡിൻ്റെ ഇടയിൽ ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഓരോ എഡ്ജും മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ഫില്ലിങ്സ് പൊട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ബ്രെഡ് ക്രംസിലും കൂടി ഇത് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് മുക്കി പൊരിക്കാനോ ഒന്നും വേണ്ട. ഒരു സൈഡ് ചൂടാവുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് അടി കരിയാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.